വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സാധനം സാംസങ് ഗാലക്സി ഫിറ്റ് 3. യാ സോ മലയാളത്തിൽ വളരെ 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 കുറവ് റിവ്യൂസ് മാത്രമല്ല, ഞാൻ കണ്ടിട്ട് ആകെ പ്രോപ്പറായിട്ട് ഒന്നോ രണ്ടോ റിവ്യൂസ് മാത്രമേ എനിക്ക് മലയാളത്തിൽ കാണാൻ പറ്റുള്ളൂ. അതുപോലുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇത് സാംസങ് ആക്ച്വലി റിലീസ് ചെയ്തത് പോലും അധികം ആൾക്കാരെ അറിയിച്ചില്ല, എന്തുകൊണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ വാങ്ങിയത് സിൽവർ കളറാണ്. 2025 ജൂലൈ മെയ്ഡ്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി അൺബോക്സ്ഡ് ആണ്, ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്പൺ ബോക്സ് ഡെലിവറിയിൽ വന്നതാണ്. ഇത് ഞാൻ ബിഗ് ബില്യൺ ഡേയ്സിൽ വാങ്ങിയാണ്. ഇതിൻ്റെ MRP ആക്ച്വലി 4999 ആയിരുന്നു. അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെല്ല് ചെയ്തതും ആ റേറ്റിലാണ്. ബട്ട് എനിക്ക് കിട്ടിയത് വളരെ നല്ലൊരു പ്രൈസ് പോയിന്റിലാണ്. അത് 2599, 2600 രൂപ. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പം ആദ്യം തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്നത് വാച്ച് തന്നെയാണ്. നമ്മളുടെ വാച്ച് എടുക്കാം. ഇത് ആക്ച്വലി ഹെൽത്ത് ബാൻഡാണ്. പക്ഷേ നോർമൽ ഹെൽത്ത് ബാൻഡിനെക്കാട്ടിലും കുറച്ച് ഡയൽ വലുതുമാണ്, എന്നാൽ സ്മാർട്ട് ബാൻഡിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറുതുമാണ്. അങ്ങനെയാണ് സംഭവം വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. പിന്നെ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഒരു ചാർജറാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് യൂസർ മാനുവൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊന്നും നമുക്ക് വേണ്ട, തൽക്കാലം അതൊക്കെ മാറ്റി വെക്കാം. സോ നമുക്ക് ഇപ്പം നെസസറി ആയിട്ടുള്ളത് നമ്മളുടെ വാച്ച് ആൻഡ് ചാർജറാണ്. സോ നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ഇത് ചാർജ് ചെയ്ത് നോക്കിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓണായി ഗൈസ്. അപ്പോൾ അത്യാവശ്യം ചാർജൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് എല്ലാം ആക്ച്വലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് സാംസങ് ഗാലക്സി വെയറബിളും സാംസങ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് 2 ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ സെറ്റപ്പ് ആക്ച്വലി അത്ര സിമ്പിൾ ആയിരുന്നില്ല, കുറച്ച് വെറുപ്പിക്കലായിരുന്നു. കുറേ ടൈം എടുത്തു എൻ്റെ സെറ്റപ്പിന് വേണ്ടിയിട്ട്. സാംസങ് അവരെ പറഞ്ഞാൽ സാംസങ് ഗാലക്സി വെയറബിൾസ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. വെയറബിൾസ് ഡൗൺലോഡ് ചെയ്തപ്പോൾ 2 പ്ലഗിൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. അത് ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ കുറേ ടൈം എടുത്തു. പിന്നെ സാംസങ് ഹെൽത്ത് ഇൻസ്റ്റാൾ ചെയ്തു. ഇത് ആക്ച്വലി ഞാൻ ഒരു വാച്ച് ഫേസ് സെറ്റ് ചെയ്തു. നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇത് ആക്ച്വലി ട്രൈ ചെയ്യാം. അതിനകത്ത് വാച്ച് ഫേസസ് ആക്ച്വലി ഒരുപാട് അവൈലബിൾ ആണ് സാംസങ് ഗാലക്സി വെയറബിൾസിനകത്ത്. കുറേ ബ്രാൻഡ്സ് ആക്ച്വലി പേ ചെയ്തിട്ട് കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ച് ഫേസസ് കാണിക്കും. പക്ഷേ ഇതിനകത്ത് അതൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം എല്ലാം. അപ്പം എനിക്ക് ആക്ച്വലി അനലോഗ് ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ ഇട്ടു. പിന്നെ ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് എനേബിൾ ചെയ്തിടാം. പിന്നെ ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഒരു ഹെൽത്ത് ബാൻഡിനെ സംബന്ധിച്ച് വേണ്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉണ്ട്. എക്സെപ്റ്റ് ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതിനകത്ത് GPS ഇല്ല. സോ നമ്മൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എവിടം വരെ പോയി ഇപ്പം നമ്മൾ റണ്ണിങ് ചെയ്തു, അപ്പം അതെല്ലാം ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോണും കൂടി കയ്യിലേക്ക് ആഡ് ചെയ്യണം. കാരണം ഫോണിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇവർ ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാം ഇതൊരു ഹെൽത്ത് ബാൻഡിൻ്റെ ആസ്പെക്റ്റിൽ അണ്ടർ 5K. ഇനിയിപ്പം സെയിൽ കഴിഞ്ഞാൽ വീണ്ടും അതൊരു അണ്ടർ 5Kയിലേക്കും. അണ്ടർ 5Kയിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി സാധനമാണ്. ശരിക്കും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത് സാംസങ് അല്ല, ആക്ച്വലി ആൻഡ്രോയിഡ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. അതായത് ആൻഡ്രോയിഡ് 10 ഓർ എബോവ് അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു പ്രൊഡക്റ്റാണിത്. അതായത് ആപ്പിളുകാർ അല്ലെങ്കിൽ iOS യൂസേഴ്സ് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയേ വേണ്ട. കാരണം ഇത് നിങ്ങൾക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് അല്ല, നിങ്ങളുടെ ഫോണിൽ ഇത് കോമ്പാക്റ്റബിൾ ആവില്ല. ഇത് ഓൺലി ഫോർ ആൻഡ്രോയിഡാണ്. ഇപ്പം ഞാൻ ആക്ച്വലി ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അത് നമ്മൾ എന്താണോ വാച്ച് ഫേസ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഡിമ്മർ വെർഷനായിട്ടായിരിക്കും. ഇത് 3 രീതിയിൽ നമുക്കിത് ഓണാക്കാം ആക്ച്വലി. ഒന്ന്, ഇപ്പം ഇവിടെ ടച്ച് ചെയ്താൽ ഓണാവും ഒബ്വിയസ്ലി. പിന്നെ ഇവിടെ ഈ സ്ക്രീൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണാവും. പിന്നെ നമ്മൾ ജസ്റ്റ് എല്ലാ സ്മാർട്ട് ബാൻഡ്സിലും കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഓണാവും. അങ്ങനെ 3 രീതിക്ക് ഇത് ഓണാവും. ടച്ച് ആക്ച്വലി ഇത് ഓണാക്കണമെങ്കിൽ നമ്മൾ നേരെ ഇത് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ സെറ്റിങ്സിൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ഞാൻ കാണിച്ചു തരാം. അത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ടച്ച് ടു വെയ്ക്ക് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്താൽ നമ്മളുടെ ബാൻഡ് ഓൺ ആവും. പിന്നെ ഇതിനകത്ത് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഗാലക്സി വെയറബിൾസ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. സോ അതാകുമ്പോഴത്തേക്കിനും നമ്മൾ ഇപ്പോൾ ഫോൺ ഈവൻ മ്യൂട്ടിലാണെങ്കിൽ പോലും ഫോൺ എവിടെയാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഞാനൊക്കെ എപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ് ഫോൺ എവിടെ വെച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ എന്നെപ്പോലുള്ളവർക്കൊക്കെ അത് ഭയങ്കര ഉപകാരപ്പെടും. ഇപ്പം എന്നെപ്പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. പിന്നെ ഇത് ആക്ച്വലി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണിക്കുമ്പോഴത്തേക്കിനും ഇത് 3 days to 4 days മാക്സിമം ബാക്കപ്പ് ഉള്ളൂ. അല്ലെങ്കിൽ ഗാലക്സി അവർ പറയുന്നത് 13 ദിവസമാണ്. ഒരു റഫ്ലി ഒരു 8 to 10 days ഒക്കെ നമുക്ക് ബാക്കപ്പ് മാക്സിമം കിട്ടും. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയെ പറ്റി പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ. അവരുടെ ഫോൺസിലാണെങ്കിലും ശരി, എന്തിലാണെങ്കിലും ശരി, ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര അടിപൊളിയാണ്. അത് ഇതിനകത്തും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത്
ഹെൽത്ത് ഉണ്ട്, പിന്നെ മോഡുണ്ട്. മോഡ്സിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തിയേറ്റർ മോഡൊക്കെ ഉണ്ട്. തിയേറ്റർ മോഡിനകത്ത് സ്ലീപ്പ് മോഡ്, അങ്ങനെ 2-3 മോഡ്സ് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ മോഡ് എടുത്തു കഴിഞ്ഞാൽ സ്ലീപ്പ് മോഡ് ഉണ്ട്. സ്ലീപ്പ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിമ്മാവും. പിന്നെ അതുപോലെ തിയേറ്റർ മോഡുണ്ട്. തിയേറ്റർ മോഡ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കുറച്ച് ഡിമ്മാവും. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നെ നോട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് നോട്ടിഫിക്കേഷൻസ് അതൊക്കെ ഫോണിലാണ് മാനേജ് ചെയ്യുന്നത്. പിന്നെ മ്യൂട്ട് ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്. അഡ്വാൻസിൽ പോയി നോക്കാം നമുക്ക് അഡ്വാൻസിൽ എന്തൊക്കെയാണെന്ന്. നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ, ഷോ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അഡ്വാൻസിനകത്ത് പോയിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേ ഹെൽത്തിൽ പോയി നോക്കാം. ഹെൽത്തിൽ ആക്ച്വലി ഹാർട്ട് റേറ്റ് എവറി 10 മിനിറ്റ്സ് അവർ ഇത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. മാനുവലി വേണമെങ്കിൽ മാനുവലി ആക്കാം. അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് മാനുവലാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ മെഷർ കണ്ടിന്യൂസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അതൊക്കെ ആക്ച്വലി നമ്മുടെ ബാറ്ററി ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്കണക്ഷൻ അലേർട്ട്സ് ഉണ്ട്. പിന്നെ വാട്ടർ ലോക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ആക്സിഡൻ്റൽ ടച്ച് കാര്യങ്ങളെല്ലാം ഒഴിവാകും. പിന്നെ വാച്ച് ഫേസ് മാറ്റാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. നമുക്കിവിടെ വാച്ച് ഫേസസ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. 10 വാച്ച് ഫേസസ് വരെ ഈ ബാൻഡിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാലക്സി വെയറബിളിനകത്ത് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ റിട്ടേൺ ഫോൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ചേഞ്ച് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഈ വാൾപേപ്പർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ മാറ്റും കുറച്ച് ദിവസം കഴിയുമ്പം, എന്നാലും നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര. അത് ഈ ഒരു ഡിസ്പ്ലേ ആയിട്ട് നല്ല ബ്ലെൻഡായി പോകുന്നുണ്ട്. ശരിക്കും നല്ലൊരു ക്വാളിറ്റിയിൽ ബ്ലെൻഡായി പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു പ്ലാസ്റ്റിക് ബെയിനാണ്. ഭയങ്കര അത്ര ഇതൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ തീരെ മോശം ക്വാളിറ്റി ഒന്നുമല്ല, നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ചാർജർ അവർ പെറ്റി തന്നിട്ടുണ്ട്. ആ ചാർജിങ്ങിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ളൊരു ലോക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു സ്ട്രാപ്പ് പോലൊരു സാധനം വരും. ഇതിങ്ങനെ ഇട്ടിട്ട് ഇവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കിവിടെ വന്നിട്ടുള്ളത് ഇതുപോലൊരു സംഭവമാണ്. ജസ്റ്റ് വാച്ച് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ തിരിച്ചിടാം. ലൈക്ക് കണ്ടോ, ഇതുപോലൊരു സെറ്റപ്പാണ് നമുക്ക് അവർ ലോക്കായിട്ട് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഈ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ നല്ലൊരു സിലിക്കൺ ക്വാളിറ്റിയാണ്. സിലിക്കണാണെന്ന് തോന്നുന്നു, നല്ലൊരു ക്വാളിറ്റിയാണ്. മൊത്തത്തിൽ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇതിൻ്റെ അണ്ടർ 5Kയിലാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് നല്ല വെർത്താണ്. ഇപ്പം എനിക്ക് കിട്ടിയ പ്രൈസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വെർത്താണ്. ആ ഒരു റേറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം MIയുടെ ബാൻഡ് പോലും ആക്ച്വലി കിട്ടാനില്ല. ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇത് ഫാർ 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 ബെറ്ററാണ്. പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്പൺ ബോക്സ് ഡെലിവറി അത് കാരണം പൊട്ടിക്കാത്ത സാധനം കിട്ടിയില്ല, പൊട്ടിച്ചിട്ടാണ് കിട്ടിയത്. ബട്ട് ദാറ്റ്സ് ഓക്കെ. ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് ഓക്കെയാണ്. സോ നിങ്ങൾക്ക് ഇത് വേണമെന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. സോ ഗൈസ്, പിന്നെ ഇതിൻ്റെ ചാർജറെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജർ ആക്ച്വലി വരുന്നത് USB-Cന്ന് ഇതുപോലുള്ളൊരു മാഗ്നറ്റിക് മൗണ്ടിലേക്കാണ്. മാഗ്നറ്റിക് മൗണ്ട് കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അറ്റാച്ച് ആയിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പവർ ബാങ്കോ അങ്ങനെ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതിലേക്ക് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാലും ചാർജ് ആവുന്നുണ്ട്. സോ അതൊരു നല്ലൊരു ഫീച്ചറാണ്. ഇപ്പം ആയതുകൊണ്ടിട്ട് ഈവൻ ഇപ്പം അഡാപ്റ്റേഴ്സ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് പവർ ഡെലിവറി ചെയ്ത് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഗൈസ്, ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇല്ല, അതായത് കോളിംഗ് ഫീച്ചർ ഇല്ല, ബ്ലൂടൂത്ത് കോളിംഗ്. സോ മറ്റുള്ള ഇപ്പം സാംസങ്ങിൻ്റെ ബാക്കിയുള്ള വാച്ചസിൽ കിട്ടുന്ന പോലെയുള്ള ആ ഒരു കോളിംഗ് ഫീച്ചർ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കില്ല. മേ ബി ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേറെ കുറേ ഇപ്പം ഫയർ ബോൾട്ട്, നോയ്സ് പോലത്തെ ബ്രാൻഡ്സിൻ്റെയൊക്കെ കോളിംഗ് ഫീച്ചേഴ്സുള്ള വാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ബട്ട് ഈ ഒരു സാധനത്തിനകത്ത് അതില്ല. പിന്നെ ഞാൻ അത്രത്തോളം അത് പ്രിഫർ ചെയ്യുന്നില്ല എനിക്ക്. സോ ഇതിനകത്ത് ആക്ച്വലി ഗൈസ് സ്നോർ ഡിറ്റക്ഷൻ ഉണ്ട്. സ്നോർ ഡിറ്റക്ഷൻ ഉള്ളതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ വാച്ചിനകത്ത് അറിയാൻ പറ്റും. അതായത് ഇപ്പം മറ്റുള്ള സാംസങ് വാച്ചസ് പോലെ തന്നെ ഇതിനകത്ത് ഉള്ളൊരു ഫീച്ചറാണ് ആക്ച്വലി സ്നോർ ഡിറ്റക്ഷൻ. ബാക്കിയുള്ള സാംസങ് വാച്ചസിൽ ഇതെല്ലാം നമുക്ക് സാംസങ് മറ്റേ ഹെൽത്ത് ആപ്പിനകത്ത് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഓഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തംബ്നെയിൽ പോലെ ചെറിയൊരു ഇത് നമുക്ക് ഈ വാച്ചിനകത്ത് കാണാൻ പറ്റും. സോ അതും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഫീച്ചറും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. കൂടുതൽ എന്തെങ്കിലും വേറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്യാം. അതുപോലുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. കീപ്പ് ഇൻ ടച്ച്. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ.
അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ ഞാൻ പറയാറില്ല എൻ്റെ ചാനലിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ദാറ്റ്സ് ഓൾ. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. കീപ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.